വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ. ഒരു യുവാവ് എന്നും അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. കൂടെയിരുന്ന് കുറേ നേരം അദ്ദേഹത്തോട് സംസാരിക്കുകയും ആ മനുഷ്യനെ സമാധാനിപ്പിക്കുകയും ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ അദ്ദേഹത്തെ സഹായിക്കുകയും വേണ്ട എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നു. പതിവ് പോലെ ഒരിക്കൽ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നതിനു വേണ്ടി നഴ്സ് ആ മനുഷ്യൻ്റെ റൂമിൽ പ്രവേശിച്ചു. നഴ്സ് പറഞ്ഞു, നിങ്ങളുടെ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എത്ര നല്ല മകനാണ്. ആ വൃദ്ധനായ മനുഷ്യൻ നിശബ്ദനായി കുറച്ചു നേരം നഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവൻ എൻ്റെ മകനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു എന്ന്. അവൻ എൻ്റെ വീടിനടുത്തുള്ള അനാഥനായ ഒരു ബാലനാണ്. ഒരിക്കൽ അവൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ദുഃഖിതനായി വീടിൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ അവനൊരു മിഠായി വാങ്ങിക്കൊടുത്ത് അവനെ സമാധാനിപ്പിച്ചു. പിന്നീട് ഞാൻ അവനെ കാണുകയോ അവനോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന വിവരം അവൻ അറിഞ്ഞപ്പോൾ എന്നും അവൻ എൻ്റെ അടുക്കൽ വരും, എന്നെ സമാശ്വസിപ്പിക്കും, എനിക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സമാധാനിപ്പിക്കും. ഞാൻ എപ്പോഴും അവനോട് ചോദിക്കും, എന്തിനാണ് മകനെ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ത്യാഗം സഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഒരിക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു, അന്നത്തെ ആ മിഠായിയുടെ മധുരം ഇപ്പോഴും എൻ്റെ വായിലുണ്ട് എന്ന്. ഈ കഥ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കവിയുടെ മനോഹരമായ ചില ഈരടികളാണ്. ഇസ്റഅ ജമീലൻ വലൗ ഫീ ഗൈരി മൗദിഇഹി ഫലാ യളിഉ ജമീലുൻ ഐനമാ സുരിഅ. നീ മനോഹരമായതാണ് വിതക്കേണ്ടത്. മനോഹരമായത് നീ എവിടെ വിതച്ചാലും അതൊരിക്കലും പാഴാകുകയില്ല. ഇന്നൽ ജമീല വ ഇൻ ത്വാല സമാനു ബിഹി ഫലൈസ യഹ്സുദുഹു ഇല്ലല്ലദീ സറഅ. മനോഹരമായത് എവിടെ നട്ടാലും കാലം എത്ര ദീർഘിച്ചു പോയാലും നട്ടവനല്ലാതെ അത് വിളവെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് കവി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതെ, മനോഹരമായത് നടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനോഹരമായത് നട്ടാൽ വിളവെടുക്കുമ്പോൾ അതേറെ മധുരമുള്ളതായിരിക്കുമെന്ന് തിരിച്ചറിയാൻ ഈ കഥ നമുക്കൊരു പാഠമാകട്ടെ.